കുളി നിർബന്ധമാകുന്ന ചില കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിരുന്നു. പെട്ടെന്ന് പറഞ്ഞു പോകണം. ഒന്ന് വലിയ ശുദ്ധിയാണ്, ജനാബത്തുണ്ടാവുക. രണ്ട് നിലക്കാവാം മനുഷ്യന് വലിയ ശുദ്ധി ഉണ്ടാകുന്നത്. ഒന്ന് ഇന്ദ്രിയസ്ഖലനം സംഭവിക്കുക എന്നുള്ളത്. ഖുർആൻ പറയുന്നു, വൈൻ കുന്തും ജുനുബൻ ഫത്തഹ്ഹറൂ, നിങ്ങൾ വലിയ ശുദ്ധിയുള്ളവരായാൽ നിങ്ങൾ ശുദ്ധീകരണം വരുത്തണം, ശുദ്ധിയാക്കണം എന്ന് ഖുർആൻ പറയുന്നു. ഇത് മനുഷ്യന് ഇന്ദ്രിയസ്ഖലനം ഉണ്ടാവുക എന്നുള്ളത് സ്വപ്നത്തിലും ആവാം. സ്വപ്നത്തിലുണ്ടായിത്തീർന്നാലും മനുഷ്യൻ കുളിക്കൽ നിർബന്ധമാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ് ഫഹൽ അലൽ മർഅതി അൽ ഗുസ്ലു ഇദാ ഇഹ്തലമത് ഖാല നഅം ഇദാ റഅത്തിൽ മാഅ ഫഖാലത് ഉമ്മു സൽമ വതഹ്തലിമുൽ മർഅ ഫഖാൽ തരിവത് യദാ ഫബിമ യസ്തഹുഹാ വലദുഹാ. ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. നബിയോട് ഒരു സഹാബ വനിത വന്നുകൊണ്ട് ചോദിക്കുന്നു, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന സത്യമായ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്ന വിഷയത്തിൽ ലജ്ജ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് എന്ന് ആമുഖം പറഞ്ഞുകൊണ്ടാണ് ആ വനിത ചോദിക്കുന്നത്. ഒരു പെണ്ണിന് കുളി നിർബന്ധമാകുമോ? ഇത് ഇഹ്തലമത്ത്, അവൾക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ തന്റെ ഭർത്താവുമായി ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു, നാം കുളിക്കണം. കാല നബി പറഞ്ഞു, നാം കുളിക്കണം. ഇദാ റഅത്തിൽ മാഅ, സ്ഖലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ കുളിക്കണം. ഫഖാലത്ത് ഉമ്മു സൽമ, അപ്പൊ അവര് ചോദിച്ചു, സ്ത്രീക്ക് ഇങ്ങനെ സ്ഖലനം ഉണ്ടാവുമോ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, പിന്നെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് അവൾക്കുണ്ടാകുന്ന സന്താനം? പലപ്പോഴും അവളുടെയും ഛായ കുട്ടിക്കുണ്ടാകുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവൾക്കും സ്ഖലനം സംഭവിക്കാവുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇങ്ങനെ സ്ഖലനം സംഭവിച്ചതായി ഡ്രസ്സിലൊക്കെ അവൾക്ക് കണ്ടു കഴിഞ്ഞാൽ അവൾ കുളിക്കൽ നിർബന്ധമാണ്, പുരുഷനെ പോലെ തന്നെയാണ് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. ഇനി നമ്മൾക്ക് പലരും സംശയം ചോദിക്കാറുണ്ട്. പിന്നെ സ്ഖലനം ഉണ്ടായി സ്വപ്നമുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ സ്ഖലനം സംഭവിച്ചിട്ടില്ല. രാത്രിയിൽ സ്വപ്നം കണ്ടു ഇങ്ങനെ സ്ഖലനമൊക്കെ സംഭവിക്കുന്നത്, നേരം വെച്ച് നോക്കുമ്പോൾ ഡ്രസ്സിലൊന്നും എവിടെയും നനവും മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ കുളിക്കണോ? അങ്ങനെ ആവശ്യമുണ്ടോ? ഇത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഖൗല ബിൻത് ഹക്കീം വന്നുകൊണ്ട് ഈ വിഷയം ചോദിച്ചിട്ടുമുണ്ട്. ഒരു സ്ത്രീ തറാ ഫീ മനാമിഹാ മാ യറ റജുൽ, ഒരു പുരുഷൻ സ്വപ്നത്തിൽ കാണുന്നത് പോലെ തന്നെ സ്ത്രീയും കാണുന്നു, എന്താണ് വിധി? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അലൈഹാ ഗുസ്ലുൻ ഹത്താ തുൻസില, സ്ഖലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കുളിച്ചാൽ മതി. ഏതുപോലെ പുരുഷനും അങ്ങനെ തന്നെയാണ്, അവന്റെ ഡ്രസ്സിൽ നനവ് കാണുന്നുണ്ടെങ്കിൽ കുളിച്ചാൽ മതി, ഇല്ലെങ്കിൽ വെറും സ്വപ്നം കണ്ടു എന്ന നിലക്ക് അവന് കുളി നിർബന്ധമാകുന്നില്ല. പ്രത്യേകം ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രവാചകനോട് ചോദ്യവും ഉണ്ടായിട്ടുണ്ട്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റജുൽ, ഒരു പുരുഷൻ യജിദുൽ ബലല, രാവിലെ എഴുന്നേറ്റപ്പോ അവന്റെ ഡ്രസ്സിൽ നനവ് കാണുന്നുണ്ട്, എന്നാൽ വലാ യദ്കുർ ഇഹ്തിലാമ, സ്വപ്നത്തിൽ അങ്ങനെ വല്ലതും കലിച്ചതായിട്ടോ ഒന്നും അവൻ ഓർമ്മയില്ല, ഡ്രസ്സിൽ നനവ് കാണുന്നുമുണ്ട്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്തസിലു, അവൻ കുളിക്കണം. അങ്ങനെ സ്വപ്നം കണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ പ്രശ്നമല്ല, ഇങ്ങനെ നനവ് കാണുന്നുണ്ടെങ്കിൽ അവൻ കുളിക്കണം. എന്നാൽ വേറൊരാള്, അയാൾക്ക് സ്വപ്നം ശരിക്കും ഓർമ്മയുണ്ട്, എന്നാൽ വലാ യജിദുൽ ബലൽ, രാവിലെ അതിന്റെ അടയാളങ്ങളൊന്നും അവന്റെ ഡ്രസ്സിൽ കാണുന്നില്ലെങ്കിൽ ഫഖാല ലാ ഗുസ്ല അലൈഹി, അവൻ കുളിക്കേണ്ടതില്ല. അപ്പൊ സ്ഖലനം സംഭവിച്ചോ ഇല്ലേ എന്നുള്ളതാണ് സ്വപ്ന സ്ഖലനത്തെ സംബന്ധിച്ചിടത്തോളം അവൻ കുളിയുടെ മാനദണ്ഡമായിട്ട് കണക്കാക്കിയിരിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ഇത് സ്ത്രീകൾക്കും ബാധകമാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇന്ദ്രിയ സ്ഖലനം സംഭവിച്ചാൽ കുളി നിർബന്ധമാകും. രണ്ടാമത്തെ ഒരു ലൈംഗിക ബന്ധം മുഖേനയാണ്. ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്. അവിടെ സ്ഖലനം സംഭവിച്ചോ ഇല്ലേ എന്നുള്ളത് നിബന്ധനയല്ല. പ്രവാചകൻ ഈ വിഷയമൊക്കെ വിശദമായി തന്നെ തന്റെ സ്വഹാബത്തിനെ, ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈംഗിക ബന്ധം നടന്നു എന്നുണ്ടെങ്കിൽ, രണ്ടാളും തമ്മിൽ ലൈംഗിക ബന്ധം എന്ന് പറയാവുന്ന രൂപത്തിൽ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ, സ്ഖലനം നടന്നാലും ഇല്ലെങ്കിലും രണ്ടാളും കുളിക്കൽ എന്താണ്? നിർബന്ധമാണ്. അവിടെ സ്ഖലനം സംഭവിച്ചോളണമെന്നില്ല, ബന്ധം നടന്നാൽ മതി. ഇതാണ് രണ്ടാമത്തെ കാരണം. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ സംശയാതീതമായി തന്നെ തെളിഞ്ഞതാണ്. പിന്നീട് കുളി നിർബന്ധമാകുന്ന വിഷയം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ആർത്തവ രക്തം അവസാനിച്ചു കഴിഞ്ഞാൽ അവർ കുളിച്ചിട്ട് വേണം നിസ്കരിക്കണമെങ്കിൽ കുളി നിർബന്ധമാകും. അതേപോലെ തന്നെ പ്രസവം നടന്നു കഴിഞ്ഞാൽ പ്രസവ രക്തത്തിന്റെ പേരിലും ശുദ്ധീകരണത്തിന് വേണ്ടി കുളിക്കൽ നിർബന്ധമാണ്.